മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് കുറേ കോലാഹലം. അതിനുശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും അങ്ങനെ തന്നെ. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ. തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്തത് നന്നായി എന്നേ പറയാനുള്ളൂ. അദ്ദേഹം അതിനു മുൻപ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പറയുന്നത് എനിക്ക് അഭിമാനമാണ്, അത് ഞാൻ തീർച്ചയായിട്ടും പറയും. എൻ്റെ അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റിയില്ല. എൻ്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയവരാണ്. നമ്മൾ മാതാപിതാക്കളെ സ്മരിക്കണം, അതാരായാലും അത് വേണം. അതിനകത്ത് ആ മേനോൻ എന്ന വാല് മാത്രം പൊക്കിയെടുത്തുകൊണ്ട് ചില കോൺഗ്രസ്സുകാരുമുണ്ട് അതിനകത്ത്, ചില മാധ്യമ പ്രവർത്തകരും ചില ഓൺലൈൻ പ്രവർത്തകരും ഒക്കെ തന്നെ അതിനെ വളച്ചൊടിക്കാതെയും ഒക്കെ തന്നെ അതിനെ പല രീതിയിൽ പല ഷെയ്പ്പിലാക്കി വിലയിരുത്തുന്നത് കേട്ടു. അതിനുശേഷമാണ് ഇന്നലെ അദ്ദേഹം ആ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. VD വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന് പറഞ്ഞ് തന്നെ സധൈര്യം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. ചില മാധ്യമപ്രവർത്തകർക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ബിഗ് TVയിലെ ഒരു ചർച്ചയിൽ വേണു ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ ഇതിനെയൊക്കെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ ഉണ്ട്. അല്ല, അവനവൻ്റെ സ്വത്വം എന്ന് പറയുന്നത്, അവനവൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവനവൻ്റെ പേരാണ്. ആ പേര് പൂർണ്ണമായി ഉച്ചരിച്ചാൽ അല്ലെങ്കിൽ പൂർണ്ണമായി പറഞ്ഞാൽ എന്താണ് കുഴപ്പം? പാസ്പോർട്ടിലും മറ്റ് ഔദ്യോഗിക രേഖകളിലുമൊക്കെ അതിൻ്റെ പൂർണ്ണരൂപവും ഇനിഷ്യലുകളും ഒക്കെയുണ്ട്. അത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഒരാൾ പേരിടുന്നു. അപ്പം C അച്യുതമേനോൻ എന്ന ഇടതുപക്ഷത്തിൻ്റെ CPI മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. EK നായനാർ എന്നുള്ളത് ഒരു ജാതിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻ നായനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. C അച്യുതമേനോൻ, അതുപോലെ നിരവധി പേർ, വലിയ രാഷ്ട്രീയ PK വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു പേരിൽ പണ്ട് കാലത്തൊക്കെ തന്നെ ഇതുപോലെ ജാതിയും അല്ലെങ്കിൽ സ്ഥാനവും ഒക്കെ തന്നെ രേഖപ്പെടുത്തുമായിരുന്നു. അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി അനുസരിച്ച് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഇപ്പം 60-61 വയസ്സായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് പേരിട്ടത് VD സതീശൻ എന്നാണ്. അവിടെ മേനോനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛന് പേരിട്ടത് ദാമോദര മേനോൻ എന്നാണ്. കാലം കഴിഞ്ഞു പോയി. അപ്പം അത് ഇപ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ച് അതൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ? ഇത്ര വലിയ ചർച്ചയാക്കാനുണ്ടോ? ഇത് എന്താണ് ഒരു സവർണവർഗീയ ഫാസിസ്റ്റ് എന്നൊക്കെ മുഖ്യമന്ത്രിയെ വിലയിരുത്തുന്നത് എത്ര ഹീനമായ, എത്ര നാണം കെട്ട പരിപാടിയാണ്. അങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഒരു മുഖ്യമന്ത്രി ചാർജ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്തു പറഞ്ഞു അല്ലെങ്കിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപം എന്താണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഏത് ജാതിയാണ്, മേനോനാണോ നായരാണോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ജാതിയാണോ എന്നൊക്കെ നോക്കി മാധ്യമപ്രവർത്തകർ പോലും ന്യൂസ് റൂമുകളിലേക്കും ചർച്ചാ സങ്കേതങ്ങളിലേക്കും ഇതിനെയൊക്കെ വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത് മോശം കാര്യമാണ്. അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമേ അല്ല, സാമൂഹ്യ വിഷയമേ അല്ല, രാഷ്ട്രീയ പ്രശ്നം പോലുമല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഒരു പൗരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പൂർണ്ണ രൂപം എവിടെയും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനുണ്ട്. അദ്ദേഹം അത് ഇനിയും ചെയ്യും. അത് മാതാപിതാക്കളുടെ പേര് പറയുന്നത് അഭിമാനമാണ് എന്ന് പറഞ്ഞ VD സതീശന് നമോവാകം.